1965 തൃശൂർ ആകാശവാണിയിലൂടെ പത്മരാജന്റെ ശബ്ദം കേരളം കേൾക്കാൻ തുടങ്ങി. പ്രണയങ്ങളുടെ കഥകൾ പറഞ്ഞ് മലയാളികളെ മാന്ത്രിക വലയത്തിലാക്കിയ എഴുത്തുകാരന്റെ ജീവിതത്തിലെ പ്രണയം പൂത്തതും തളിർത്തതും അവിടെ വെച്ചായിരുന്നു. 1965 ഏപ്രിൽ 26 രാധാലക്ഷ്മി എന്ന ചെറുപ്പക്കാരി തൃശൂർ ആകാശവാണിയിൽ അനൗൺസറായി ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് 5 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് അവിടേക്ക് പുതിയൊരാൾ കൂടി എത്തുന്നു എന്ന വാർത്ത കേട്ടത്. തിരുവനന്തപുരത്തെ പ്രധാന വില്ലനായിരുന്നു എന്നാ കേട്ടത്. അവിടെ പല കളികളും കളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. വരാൻ പോകുന്ന ആളെക്കുറിച്ച് അത്ര നല്ലതല്ലാത്ത കഥകൾ ടെക്നിക്കൽ വിഭാഗത്തിൽ നിന്നും രാധ കേൾക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. പൊതുവെ തുറന്ന പ്രകൃതക്കാരിയായ രാധയുടെ മനസ്സിൽ ചെറിയ പേടി തോന്നി തുടങ്ങി. അന്ന് രാവിലെ ആ ചെറുപ്പക്കാരൻ നിലയത്തിലേക്ക് നടന്നു വന്നു. രാധ ആദ്യമായി പത്മരാജനെ കണ്ടു. മുഖത്തെപ്പോഴും ഗൗരവം കൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അതായിരുന്നു പത്മരാജനെ പറ്റിയുള്ള രാധാലക്ഷ്മിയുടെ മനസ്സിലെ ആദ്യ ഇംപ്രഷൻ. അയാൾക്ക് സ്ത്രീവർഗത്തോട് തന്നെ ആകെ പുച്ഛമാണ്. സ്ത്രീകൾക്ക് തലച്ചോറില്ല എന്നാണ് പറയുന്നത്. പത്മരാജനെ പറ്റി രാധയുടെ ചെവിയിൽ പിന്നെയും കഥകളെത്തി. ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു രാധ. ഒഴിവു സമയങ്ങളിൽ കൂടെ ഡ്യൂട്ടി ചെയ്യുന്നവരോടൊക്കെ വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും ഒക്കെ വാതോരാതെ പറയും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് അതൊരു ബോറടിയായി മാറി തുടങ്ങി. അവര് പതിയെ രാധയുടെ കത്തിയടിയിൽ നിന്നും വലിയാൻ തുടങ്ങി. പക്ഷെ ഒരാൾ അവളെ ഞെട്ടിച്ചു. പത്മരാജൻ. ക്ഷമയോടെ രാധ പറയുന്ന കഥകളെല്ലാം അയാൾ കേട്ടുകൊണ്ടിരുന്നു. ഒരക്ഷരം പോലും ഇടയ്ക്ക് കയറി പറയാതെ പത്മരാജൻ രാധയുടെ കഥകൾ കേട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൗമുദി മാസിക വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാധ. അതിലൊരു കഥ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ്. വീണ്ടും കാണുക എന്നൊന്നും ഉണ്ടാവില്ല. നീ മരിച്ചതായി ഞാനും, ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക. ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക. ലോലയിലെ വരികൾ രാധയുടെ ചുണ്ടിലൂടെ നീങ്ങി. കഥ വായിച്ചു തീർത്ത രാധ എഴുത്തുകാരന്റെ പേര് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. പി. പത്മരാജൻ. പത്മരാജൻ എഴുതുമോ? സ്ത്രീവിരോധിയായ ഇയാളെങ്ങനെ ലോലയുമായുള്ള പ്രണയവും വേർപിരിയലും ഒക്കെ എഴുതി? രാധയ്ക്ക് തന്റെ ആശ്ചര്യം അടക്കി വെക്കാനായില്ല. പത്മരാജനോടുള്ള രാധയുടെ സമീപനത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത് അന്നു മുതലാണ്. അയാളുടെ എഴുത്തുകാരനോട് രാധയ്ക്ക് ബഹുമാനം തോന്നി തുടങ്ങി. പിന്നീട് ഒഴിവു സമയങ്ങളിൽ പത്മരാജൻ രാധയോട് കഥകൾ പറഞ്ഞു, തമാശകൾ പറഞ്ഞു. അവർ അങ്ങനെ മെല്ലെ മെല്ലെ അടുക്കാൻ തുടങ്ങി. സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആള്. ഇങ്ങനെ കേൾവിക്കാരിയായി മാത്രം ഇരിക്കരുത്. രാധയും പറയൂ, പത്മരാജൻ രാധയോട് പറഞ്ഞു. രാധയും തൻ്റെ ജീവിത കഥകളുടെ കെട്ടഴിച്ചു. എനിക്കിപ്പോൾ ആകെ ഒരു സുഹൃത്ത് മാത്രമേ ഉള്ളൂ, ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ, ഒരു കഥാപാത്രം മാത്രമേ ഉള്ളൂ. അതെൻ്റെ തങ്കമാണ്. പ്രണയത്തിൻ്റെ നാളുകളിൽ പത്മരാജൻ രാധയ്ക്ക് എഴുതി. രാധയുമായുള്ള പ്രണയത്തിലെ ക്ലേശങ്ങൾ പത്മരാജൻ അനുഭവിക്കുമ്പോൾ തുല്യ ദുഃഖിതനായ വേറൊരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു കൂടെ. കാരിക്കാത്തെ ഉണ്ണിമേനോൻ. മണ്ണാർത്തുടി ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം പിടികിട്ടും. ജയകൃഷ്ണൻ, ക്ലാര, തൂവാനത്തുമ്പികൾ. ഞാൻ അവളെ ആദ്യം കാണുമ്പോൾ മഴയുണ്ടായിരുന്നു. ആദ്യമായി കത്തെഴുതുമ്പോഴും മഴ പെയ്തിരുന്നു. വടക്കുന്നാഥന്റെ മുന്നിൽ നിന്നും ജയകൃഷ്ണൻ രാധയോട് പറഞ്ഞു. എന്താ അവളുടെ പേര്? രാധ നിരാശയോട് ചോദിച്ചു. ക്ലാര. ജയകൃഷ്ണൻ രാധയുടെ കണ്ണിൽ നോക്കാതെ പറഞ്ഞു. ആ പേര് രാധയുടെ മനസ്സിനെ പൊള്ളിച്ചു. പക്ഷേ പ്രേക്ഷകനെ ക്ലാര മഴ പോലെ തണുപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവന്റെ ഭാവിയെ തൻ്റെ ഭൂതകാലം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൾ ജയകൃഷ്ണനിൽ നിന്നും നടന്നകന്നു. പെയ്തു തോർന്നാലും മണ്ണിൽ അവശേഷിക്കുന്ന പുതുമഴയുടെ ഗന്ധം പോലെ അവൾ അവൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുമെന്ന് ഉറപ്പാണ്. പ്രണയത്തിൻ്റെ സാഫല്യം കൂടിച്ചേരലുകളിലല്ല, മറിച്ച് പൂർണ്ണമാകാതെ പോകുന്ന ഇത്തരം പെയ്തൊഴിയലുകളിലാണെന്ന് കാലാതീതമായി മലയാളിയെ അനുഭവിപ്പിച്ചത് ക്ലാരയാണ്. 1987 ദുബായിലെ ഒരു തിയേറ്റർ. തൂവാനത്തുമ്പികൾ എന്ന സിനിമ കളിക്കുന്നു. സ്ക്രീനിൽ മണ്ണാർത്തുടി ജയകൃഷ്ണനായി മോഹൻലാൽ നിറഞ്ഞാടുകയാണ്. ക്ലാരയും രാധയും ജയകൃഷ്ണനും പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരാൾ മാത്രം സ്ക്രീനിൽ കാണുന്നത് വിശ്വസിക്കാനാവാതെ നിറകണ്ണുകളോടെയിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ എനിക്കൊരു സ്മാരകം പണിതു. ഉണ്ണിമേനോൻ അറിയാതെ പറഞ്ഞുപോയി. അയാൾ സ്ക്രീനിൽ കണ്ടത് അയാളെ തന്നെയായിരുന്നു. തൃശൂർ ആകാശവാണി കാലത്തെ പത്മരാജന്റെ താങ്ങും തണലുമായി നിന്ന ഉണ്ണിമേനോൻ എന്ന ആത്മസുഹൃത്തിനെ പത്മരാജൻ മണ്ണാർത്തുടി ജയകൃഷ്ണനായി സ്ക്രീനിൽ പുനഃസൃഷ്ടിച്ചു. തിയേറ്ററിൽ നിന്നും ഇറങ്ങിയ ഉണ്ണിമേനോൻ ആദ്യമായി പത്മരാജനെ കണ്ടത് ഓർത്തു. 1965 തൃശൂർ സ്വരാജ് റൗണ്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു ചെറിയ ലോഡ്ജുണ്ട്, സിലോൺ ലോഡ്ജ്. അതിന്റെ 31 നമ്പർ റൂമിന്റെ മുന്നിൽ ചായ കൊണ്ടുവരുന്ന ഒരു പയ്യൻ നിൽക്കുന്നു. അകത്ത് ആരോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അയാൾക്ക് ചായയും കൊടുത്ത് തിരിച്ചു നടക്കാൻ നേരം വേറെ 2 പേര് മുറിയുടെ മുന്നിൽ വന്നു നിന്നു. അകത്ത് ആളുണ്ടോ? വന്നതിൽ ഒരാൾ പയ്യനോട് ചോദിച്ചു. ഉള്ളതുപോലൊക്കെ തന്നെയാ, ഒരക്ഷരം മിണ്ടാതെ ഒരേ എഴുത്താ. അവൻ അതും പറഞ്ഞ് നടന്നുപോയി. അയാൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി.
അയാളെ കണ്ടതും പത്മരാജൻ എഴുന്നേറ്റ് വന്നു. പത്മരാജന്റെ സുഹൃത്തായിരുന്നു അത്. കൂടെ വന്ന ഉണ്ണിമേനോൻ എന്ന ആളെ സുഹൃത്ത് പത്മരാജന് പരിചയപ്പെടുത്തി. ചാർമിനാർ വലിക്കുവോ? ഉണ്ണിമേനോൻ സിഗരറ്റ് നീട്ടിക്കൊണ്ട് പത്മരാജനോട് ചോദിച്ചു. വലി തുടങ്ങിയിട്ടില്ല, പത്മരാജൻ മറുപടി കൊടുത്തു. ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്നും പറഞ്ഞ് ഉണ്ണിമേനോൻ സിഗരറ്റ് നീട്ടിയെങ്കിലും പത്മരാജൻ അത് വാങ്ങിയില്ല. പത്മരാജന്റെ കഥകളിലേക്ക് ഉണ്ണിമേനോൻ ഒരു കഥാപാത്രമായി വന്നത് അന്നു തൊട്ടായിരുന്നു. ഞാൻ കാണിച്ച കുസൃതികളുടെ 4/1 പോലും നീ സിനിമയിൽ കാണിച്ചില്ലല്ലോ എന്ന് പിൽക്കാലത്ത് ഉണ്ണിമേനോൻ ചിരിച്ചുകൊണ്ട് പത്മരാജനോട് ചോദിച്ചിരിക്കാം. ഒരു മറുചിരിയല്ലാതെ പത്മരാജൻ മറ്റൊരു ഉത്തരവും നൽകിയിട്ടുണ്ടാവില്ല. അയാൾ അങ്ങനെ ഇത്രയും സൂക്ഷ്മമായി എന്നെ അനുകരിച്ചത് ഉണ്ണിമേനോന്റെ ഉള്ളിൽ അന്നു തൊട്ടുള്ള സംശയമാണ്. നിങ്ങളുടെ ജീവിതം പകർത്തിയതും അഭിനേതാവിന് പറഞ്ഞു കൊടുത്തതും പത്മരാജനാണ്. പകർന്നാടിയത് സാക്ഷാൽ മോഹൻലാലും. മാജിക് സംഭവിക്കാതെ തരമില്ലല്ലോ എന്ന് മണ്ണാറത്തൊടി ജയകൃഷ്ണൻ സ്ക്രീനിൽ നിന്ന് ഉണ്ണിമേനോന്റെ സംശയത്തിനുള്ള മറുപടി കൊടുത്തു. ഉപേക്ഷിക്കപ്പെട്ട ഒരു ശംഖ് പോലെയാണ് പത്മരാജന്റെ ഓരോ കഥാപാത്രവും. ഉള്ളിൽ കാതോർത്താൽ കേൾക്കുന്നത് മനുഷ്യ മനസ്സിന്റെ സങ്കീർണമായ ഇരമ്പലുകളാണ്. സ്നേഹിക്കാൻ വേണ്ടി മാത്രം സദാചാരത്തിന്റെ അതിരുകൾ ഭേദിച്ചവർ. പൂർണ്ണമാകാത്ത പ്രണയത്തിന്റെയും അനിവാര്യമായ വേർപാടിന്റെയും സൗന്ദര്യമാണ് പത്മരാജൻ കഥാപാത്രങ്ങളുടെ ജീവൻ. കിട്ടാതെ പോയ പ്രണയത്തിന് ഇത്രമേൽ ഭംഗിയുണ്ടെന്ന് അവർ നമ്മെ പഠിപ്പിച്ചു. നഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ളപ്പോഴും പൂർണ്ണമായി സ്നേഹിക്കാൻ ധൈര്യം കാണിച്ചവർ. ഇന്നലെയിൽ തൻ്റെ പ്രണയിനിയെ ജീവിതത്തിന്റെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന നിസ്സഹായനായ ഡോക്ടർ നരേന്ദ്രൻ കഥാകാരനോട് ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും ഗൗരിക്ക് ഇന്നലകളിലെ ഞങ്ങളുടെ പ്രണയം ഓർത്തെടുക്കാൻ കഴിയാതിരുന്നത്? ദേശാടനക്കിളിയിൽ നിമ്മിയും സാലിയും അയാളോട് ചോദിച്ചു, ഞാൻ നിമ്മിയുടെ ആരാണ്? അവൾക്ക് ഞാൻ ആരാണ്? കൂടെവിടയിലും അപരനിലും മൂന്നാം പക്കത്തിലും അങ്ങനെ പത്മരാജൻ മജ്ജയും മാംസവും ആത്മാവും കൊടുത്ത് ജീവൻ വെപ്പിച്ച കഥാപാത്രങ്ങളൊക്കെ അയാളോട് ചോദിക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് പോലും അറിയാത്ത ഉത്തരങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ എന്തിനൊളിപ്പിച്ചു വെച്ചു? അയാൾ ജീവിതം കൊണ്ട് കഥകൾ നെയ്തെടുക്കുന്ന ഗന്ധർവനാണ്. തുണ്ടത്തിൽ അനന്തപത്മനാഭ പിള്ളയുടെയും ഞവരക്കൽ ദേവകി അമ്മയുടെയും 8 മക്കളിൽ 6ാമനായി ആലപ്പുഴ ജില്ലയിലെ മുത്തുകുളത്താണ് പത്മരാജൻ ജനിച്ചത്. മദ്രാസ് ലയോള കോളേജിലെ BA പഠനത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്ന അനന്തപത്മനാഭ പിള്ള പിന്നീട് കൃഷിയും വീട്ടുകാര്യങ്ങളും ഒക്കെയായി ജീവിതം മുന്നോട്ട് നീക്കി. പക്ഷേ പത്മരാജന്റെ ഭാവനയ്ക്ക് ചിറകുമുളപ്പിച്ചത് സംസ്കൃത പണ്ഡിതയായ അമ്മ ഞവരക്കൽ ദേവകി അമ്മയാണ്. അസാധ്യ കഥ പറച്ചിലുകാരിയായിരുന്നു അവർ. MG കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലുമായിട്ടായിരുന്നു പത്മരാജന്റെ കലാലയ ജീവിതം. അവിടുന്ന് മുതലാണ് പത്മരാജൻ എഴുത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. കോളേജ് പഠിച്ചിറങ്ങി 6 മാസത്തിനുള്ളിൽ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായി ജോലിയിൽ പ്രവേശിച്ചു. ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് എന്ന കഥയായിരുന്നു പത്മരാജന്റേതായി ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതി. നഷ്ടപ്പെടലിന്റെ വേദനയിലും പ്രണയത്തിന് എത്രത്തോളം സൗന്ദര്യമുണ്ടെന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു ലോല. എന്നാൽ നഷ്ടപ്പെടുമായിരുന്നിട്ടും പ്രണയത്തിന് വേണ്ടി യുദ്ധം ചെയ്ത പത്മരാജന്റെ നായകനാണ് സോളമൻ, സോഫിയയുടെ സോളമൻ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്തു പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്യുന്നു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. കന്നഡ അക്ഷരങ്ങൾ നിറം കൊടുത്ത ആ ടാങ്കർ ലോറിയിൽ കയറി സോളമൻ സോഫിയയെ വിളിച്ചു. അവൻ അവൾക്ക് നേരെ കൈകൾ നീട്ടി. പശ്ചാത്തലത്തിൽ രാത്രിയെ തണുപ്പിച്ചുകൊണ്ട് ഇളങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. സോളമന്റെ കൈ പിടിച്ച് സോഫിയ ലോറിയിലേക്ക് കയറി. മുന്തിരിവള്ളികൾ പൂക്കുന്ന ഗ്രാമം ലക്ഷ്യമാക്കി ആ ലോറി നീങ്ങി. തിരക്കഥയിലെ അവസാന സീൻ മക്കളായ അനന്തപത്മനാഭനും മാധവിക്കും വായിച്ചു കൊടുക്കുകയായിരുന്നു പത്മരാജൻ. അപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ സോളമന്റെ പ്രണയമുണ്ടായിരുന്നു. സോഫിയയുടെ പ്രതീക്ഷയോടെയുള്ള നോട്ടമുണ്ടായിരുന്നു. പത്മരാജൻ നിറമനസോടെ രാധയെ നോക്കി. ഇതൊന്ന് വായിച്ചിട്ട് ഒരു സിനിമയ്ക്കുള്ള വകയുണ്ടോ എന്ന് നോക്കൂ. 1985 കലാകൗമുദിയിൽ വന്ന നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്നു രാപ്പാർക്കാം എന്ന നോവൽ വായിച്ച രാധാലക്ഷ്മി പത്മരാജനോട് പറഞ്ഞു. പത്മരാജൻ അത് വായിക്കുന്നു. ഉടനെ അതിന്റെ എഴുത്തുകാരൻ KK സുധാകരൻ നേരിൽ കാണണമെന്ന് പറഞ്ഞ് പത്മരാജൻ ഒരു ടെലഗ്രാം അയക്കുന്നു. പിറ്റേന്ന് കോവളത്തെ ഹോട്ടലിൽ സുധാകരൻ എത്തി. കടലിന് അഭിമുഖമായി നിൽക്കുന്ന മുറിയുടെ ബാൽക്കണിയിൽ ചാര കളർ ഷർട്ടും കള്ളിലുങ്കിയും ഇട്ട് പത്മരാജൻ ഇരിക്കുന്നത് സുധാകരൻ കണ്ടു. സമൃദ്ധമായ ആ താടിയും തിളങ്ങുന്ന കണ്ണുകളും മാന്ത്രിക ശബ്ദവും സുധാകരൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. മലയാളത്തിൽ മുന്തിരിത്തോട്ടം പശ്ചാത്തലമാക്കി ഒരു സിനിമ വന്നിട്ടില്ല. ജോണിയെ നമുക്ക് പുതിയ കാലത്തെ സോളമൻ രാജാവാക്കാം, പത്മരാജൻ ആവേശത്തോടെ പറഞ്ഞു. അങ്ങനെ നോവലിലെ ജോണി സോളമനായി. നോവലിന്റെ ഒരംശം മാത്രം ഉപയോഗിച്ച് പത്മരാജൻ തീർത്തത് കാലാതിവൃത്തിയായ ഒരു മാസ്റ്റർ പീസ് തന്നെയായിരുന്നു.
റേപ്പ് ചെയ്യപ്പെട്ട ഒരുവളെ വിലക്ക് കൽപ്പിച്ച് മാറ്റി നിർത്തുന്നത് എന്തിന് എന്ന് അയാൾ ശബ്ദമുയർത്തി ചോദിച്ചു. സമൂഹത്തിന്റെ അത്തരം ദുഷ്ചിന്തകളെ പത്മരാജൻ വെല്ലുവിളിച്ചു. സമൂഹം കൽപ്പിക്കുന്നിടത്ത് മാത്രം കാലുവെക്കാൻ പത്മരാജൻ എന്ന മനുഷ്യൻ പണ്ടേ ഒരുക്കമല്ലായിരുന്നു. തന്നേക്കാൾ 1.5 വയസ്സ് കൂടുതലുള്ള സഹപ്രവർത്തകയോട് തോന്നിയ അനുരാഗം തെറ്റാണെന്ന് ആളുകൾ പറഞ്ഞപ്പോഴും അതേ ആളെ തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ആ മനുഷ്യൻ വെല്ലുവിളിയിൽ ജയിച്ചു കാണിച്ചതാണ്. പത്മരാജനും രാധയും പ്രണയത്തിലാണെന്ന് ഓഫീസിൽ ഗോസിപ്പ് പരന്നു. അതിൽ അസ്വസ്ഥയായ രാധ പത്മരാജനോട് കാര്യം പറയുന്നു. എനിക്ക് രാധയോട് പ്രണയമില്ല എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയി പോകും. പത്മരാജൻ പറഞ്ഞത് കേട്ട് രാധ ഒന്ന് അമ്പരന്നു. ഞാൻ പത്മരാജനെ ഒരു അനിയനായിട്ടേ കണ്ടിട്ടുള്ളൂ. രാധ മറുപടി പറഞ്ഞു. അങ്ങനെ കാണാൻ എനിക്കാവുന്നില്ല. പത്മരാജന്റെ മറുപടി സ്പഷ്ടമായിരുന്നു. രാധ നിറകണ്ണുകളോടെ അയാളെ നോക്കി. ആളുകൾ പറഞ്ഞു ആ ബന്ധം യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു. ഇതറിഞ്ഞ അച്ഛനും ബന്ധുക്കളും കൂടി രാധയെ കൊണ്ട് ബലമായി ആകാശവാണിയിലെ ജോലി രാജിവെപ്പിച്ചു. ഒടുവിൽ രാധ ചിറ്റൂരിലെ ആ 4 കെട്ടിലെ ചുവരുകൾക്കുള്ളിലായി. 4 വർഷത്തെ വീട്ടുതടങ്കൽ. അന്ന് സാറാമ്മ എന്ന കള്ളപ്പേരിൽ പത്മരാജൻ രാധയ്ക്ക് കത്തുകൾ എഴുതി. തൂവാനത്തുമ്പികളിൽ ക്ലാരയ്ക്ക് മദർ സുപ്പീരിയർ എന്ന പേരിൽ ജയകൃഷ്ണൻ കത്തുകൾ എഴുതിയ പോലെ. രാധയുടെ മനസ്സ് മാറ്റാൻ വീട്ടുകാർ പല വഴികളും നോക്കിയിരുന്നു. അവളെ കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോയി. തന്നെക്കാൾ ഇളയ ഒരാളെ കെട്ടാൻ സമ്മതിക്കില്ല എന്ന് രാധയുടെ അമ്മ തീർത്തു പറഞ്ഞു. ആ വിഷമഘട്ടങ്ങളിൽ പത്മരാജന്റെ കത്തുകളാണ് രാധയെ പിടിച്ചു നിൽക്കാൻ ശക്തയാക്കിയത്. അങ്ങനെ 4 വർഷങ്ങൾക്കു ശേഷം 1970 പത്മരാജനും രാധയും വിവാഹിതരായി. തിരുവനന്തപുരത്തേക്ക് താമസം മാറിയ നാളുകൾ. പത്മരാജന്റെ സുഹൃത്ത് വർക്കിയും ഭാര്യ സുശീലയും ഒരു ദിവസം അവരെ കാണാൻ വന്നു. നീ താഴെ ചെന്ന് ഇന്ദിര ചേച്ചിയുടെ കയ്യിൽ നിന്നും ഒരു കുപ്പി ഐസ് വാട്ടറും 4 ഗ്ലാസും എടുത്തോണ്ട് വരൂ. കുശലം പറഞ്ഞിരിക്കുന്നതിനിടെ പത്മരാജൻ രാധാലക്ഷ്മിയോട് പറഞ്ഞു. അവർ താഴേക്ക് പോയി ഐസ് വാട്ടറും ഗ്ലാസുകളുമായി തിരികെ വന്നു. ഗ്ലാസുകൾ മേശപ്പുറത്ത് വെക്കുമ്പോഴാണ് വർക്കി തന്റെ ബാഗിൽ നിന്നും ഒരു കുപ്പി വിസ്കി പുറത്തെടുക്കുന്നത് രാധ കാണുന്നത്. രാധാലക്ഷ്മിയുടെ മുഖത്ത് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. ജീവിതത്തിൽ അന്നുവരെ അവർ മദ്യം കണ്ടിട്ടില്ല. അവർ പരിഭ്രമത്തോടെ സുശീലയെ നോക്കി. എന്നാൽ സുശീലയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ലായിരുന്നു. വർക്കി കുപ്പി തുറന്ന് ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിക്കാൻ തുടങ്ങി. ഒന്നിങ്ങോട്ട് വന്നേ, രാധാലക്ഷ്മി പത്മരാജനെ അകത്തെ മുറിയിലേക്ക് വിളിച്ചു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അപ്പോൾ രാധാലക്ഷ്മി. ഏത് നിമിഷവും പൊട്ടിക്കരയുമെന്ന അവസ്ഥ. മദ്യപിക്കരുത്, വേറെ എന്തും ഞാൻ സഹിക്കും, മദ്യപാനം എനിക്ക് താങ്ങാനാവില്ല, രാധാലക്ഷ്മി അപേക്ഷയോടെ പറഞ്ഞു. അത് കേട്ടതും പത്മരാജന്റെ മുഖം ചുവന്നു. അദ്ദേഹം മറുപടി ഒന്നും പറയാതെ സ്വീകരണ മുറിയിലേക്ക് തന്നെ തിരികെ നടന്നു. വർക്കി ഒഴിച്ചു കൊടുത്ത മദ്യം അവർ ഇരുന്ന് കഴിച്ചു. വാതിൽക്കൽ നിന്ന് ഇത് കണ്ട രാധാലക്ഷ്മിക്ക് വല്ലാതെ കരച്ചിൽ വന്നു. ശരി പപ്പൻ, ഞങ്ങൾ ഇറങ്ങട്ടെ. വൈകുന്നേരമായപ്പോൾ വർക്കിയും സുശീലയും ഇറങ്ങാനൊരുങ്ങി. ഇനി ഒരിക്കലും മദ്യക്കുപ്പിയുമായി ഇവിടെ വരരുത്. തമാശ രൂപത്തിലാണെങ്കിലും വളരെ ഉറച്ച ശബ്ദത്തിൽ വർക്കിയോടും സുശീലയോടുമായി രാധാലക്ഷ്മി പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് വർക്കിയുടെയും സുശീലയുടെയും മുഖം വാടി. പത്മരാജന് നീരസം തോന്നിയെങ്കിലും അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. വർക്കിയും ഭാര്യയും അവിടെ നിന്നും ഇറങ്ങി. അന്ന് നീ അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് വർക്കി ഉണ്ണിമേനോന്റെ അടുത്ത് പോയി പരാതി പറഞ്ഞിരുന്നു. നിന്റെ പെരുമാറ്റം അവരെ വല്ലാതെ വേദനിപ്പിച്ചത്ര. പിന്നീട് ഒരു ദിവസം പത്മരാജൻ രാധയോട് പറഞ്ഞു. ആ സംഭവത്തിന് ശേഷം ഒരിക്കൽ പോലും പത്മരാജൻ ആ വീട്ടിൽ മദ്യക്കുപ്പി കൊണ്ടുവരികയോ അവിടെ വെച്ച് മദ്യപിക്കുകയോ ചെയ്തിട്ടില്ല. സുഹൃത്ത് വലയങ്ങളിൽ പോലും വളരെ മിതമായി മദ്യപിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ഒരിക്കലും മദ്യപിച്ച് പത്മരാജൻ പേന കയ്യിലെടുത്തിട്ടില്ല. എഴുതാൻ അയാൾക്ക് മറ്റ് ലഹരികളുടെ സഹായം വേണ്ടായിരുന്നു എന്ന് രാധാലക്ഷ്മി സാക്ഷ്യമിടുന്നു. എഴുത്തു തന്നെയായിരുന്നു പത്മരാജന്റെ ലഹരി. ഒരു ലഹരിയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പേന എടുത്തിട്ടില്ല. ഏകാഗ്രമായ മനസ്സോടെ എനിക്ക് സൃഷ്ടി നടത്താൻ കഴിയും. അതിന് ഒരു ലഹരി വസ്തുവും സഹായിക്കില്ല. മനസ്സിനെ തെറ്റിക്കാൻ മാത്രമേ ലഹരിക്ക് കഴിയൂ. പത്മരാജൻ പറഞ്ഞിരുന്നു. അയാൾ തന്നെയാണ് മയക്കുമരുന്ന് മാഫിയയുടെയും അധോലോകത്തിന്റെയും ഇരുണ്ട മുഖം വരച്ചു കാട്ടിയ സീസൺ എന്ന ക്ലാസിക് ചിത്രം മലയാളികൾക്ക് സമ്മാനിച്ചത്. 80കളുടെ അവസാനത്തോടെ ബ്രൗൺ ഷുഗർ പോലെയുള്ള ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് പതിയെ ഒഴുകാൻ തുടങ്ങിയിരുന്നു. ടൂറിസം മേഖല കേന്ദ്രീകരിച്ചായിരുന്നു അതിന്റെ പ്രധാന വിൽപ്പന. പത്മരാജൻ സീസണിന്റെ പ്രമേയമാക്കിയതും കോവളം എന്ന ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു. ലഹരിക്കടത്തും അതുമായി ബന്ധപ്പെട്ട പകയും ചതിയും മോഹൻലാൽ അവതരിപ്പിച്ച ജീവൻ എന്ന കഥാപാത്രത്തിലൂടെയും വില്ലനായ ഫാബിയനിലൂടെയും അദ്ദേഹം വളരെ പച്ചയായി അവതരിപ്പിച്ചു. പത്മരാജന്റെ മറ്റ് സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സീസൺ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സർഗാത്മകതയുടെ പൂർണ്ണത കുറവുള്ള ഒരു സൃഷ്ടിയായിരിക്കാം. എങ്കിലും ടൂറിസം മേഖലയിലൂടെ കേരളത്തിലെ യുവതലമുറ ഭാവിയിൽ സ്വന്തമാക്കാൻ പോകുന്ന നേട്ടങ്ങളെയും ചിലപ്പോഴെങ്കിലും അവർ ചെന്ന് ചാടാനിടയുള്ള മരണക്കിണികളെയും മുൻകൂട്ടി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പത്മരാജന്റെ സിനിമാ പ്രവേശം 1975 പ്രയാണം എന്ന സിനിമയിലൂടെയാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഒരു തിരക്കഥ എഴുതിയിരുന്നു. 1971 നക്ഷത്രങ്ങളെ കാവൽ എന്ന നോവൽ അച്ചടിച്ചു വന്നു.
അതിന്റെ ലക്കങ്ങൾ പ്രസിദ്ധീകരിച്ച് തീരും മുമ്പ് തന്നെ മലയാള സിനിമയിലെ പല പ്രമുഖരുടെയും വിളികൾ പത്മരാജനെ തേടിയെത്തി. അത്രയും ഗംഭീരമായ ആ നോവൽ സിനിമയാക്കണം, അതായിരുന്നു അവരുടെ ആവശ്യം. സത്യൻ നായകനായി തിരക്കഥയിൽ ചെറിയ മാറ്റത്തോടെ നക്ഷത്രങ്ങളെ കാവൽ സിനിമയാകുന്നു എന്ന വാർത്ത വന്നു. പക്ഷെ അത് നടന്നില്ല. പിന്നെയും പല പ്രമുഖ സംവിധായകർക്ക് വേണ്ടിയും അതേ കഥ തന്നെ വീണ്ടും വീണ്ടും പത്മരാജൻ തിരക്കഥാരൂപത്തിലാക്കി. ആ സിനിമകൾ ഒന്നും നടന്നില്ല. ഒടുവിൽ കെ.എസ്. സേതുമാധവനാണ് 1978 നക്ഷത്രങ്ങളെ കാവൽ സംവിധാനം ചെയ്യുന്നത്. ആ സമയങ്ങളിലാണ് ഭരതനും പത്മരാജനും തമ്മിൽ പരിചയപ്പെടുന്നത്. ആദ്യമായി സംവിധാനം ചെയ്യാനുള്ള സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു ആർട്ട് ഡയറക്ടറായിരുന്ന ഭരതൻ. നക്ഷത്രങ്ങളെ കാവൽ തന്നെ സിനിമയാക്കാൻ ഭരതനും പത്മരാജനും ശ്രമിച്ചിരുന്നുവെങ്കിലും പിന്നീടത് പ്രയാണത്തിലേക്ക് എത്തുകയായിരുന്നു. ഭരതൻ എന്ന സംവിധായകന്റെ ആദ്യ ചിത്രവും പത്മരാജൻ എന്ന എഴുത്തുകാരന്റെ സിനിമയായി പുറത്തുവന്ന ആദ്യ തിരക്കഥയുമായിരുന്നു പ്രയാണം. പത്മരാജൻ കടലാസിൽ കൂറിയിട്ട കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ അങ്ങേയറ്റം സത്യസന്ധമായി ഭരതൻ ഒപ്പിയെടുത്തു. അക്ഷരങ്ങൾ കൊണ്ട് മായാജാലം തീർത്ത ഒരു ഗന്ധർവനും ദൃശ്യങ്ങൾ കൊണ്ട് കവിത രചിച്ച ഒരു ശില്പിയും തമ്മിലുള്ള കൂട്ടുകെട്ട് ആ സിനിമയിലൂടെ പിറവിയെടുത്തു. ആ കൂട്ടുകെട്ടിൽ പിന്നെയും സിനിമകൾ പിറന്നു. രതിനിർവേദം, തകര, ലോറി, മലയാളികൾ അതുവരെ കണ്ടുശീലിച്ച സിനിമകളായിരുന്നില്ല അവ. അതിലെ നായകന്മാർക്ക് വീരപരിവേഷം ഉണ്ടായിരുന്നില്ല. അവർക്ക് തെറ്റുകൾ പറ്റി, അവർ കരഞ്ഞു, അവർക്ക് ദേഷ്യവും കാമവും സങ്കടവും എല്ലാം തോന്നി. പത്മരാജൻ എഴുതിവെച്ച ആ പച്ചയായ മനുഷ്യരെ ഭരതൻ യാതൊരു മറയുമില്ലാതെ സ്ക്രീനിലെത്തിച്ചു. ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ട് സമാനതകളില്ലാത്ത ഒരു സർഗാത്മക സൗഹൃദത്തിന്റെ ഉദാഹരണമാണ്. പത്മരാജന്റെ തിരുവനന്തപുരത്തെ വീട് എപ്പോഴും സുഹൃത്തുക്കളുടെ ഒരു സംഗമവേദിയായിരുന്നു. സാഹിത്യം, സിനിമ, ജീവിതം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ സജീവമായിരുന്നു. നിരവധി സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്നു. സ്വന്തം കുടുംബത്തെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ സുഹൃത്തുക്കൾക്കു വേണ്ടി സമയം കണ്ടെത്താനും അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാനും അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഇതിലെ പല ആളുകളും പിന്നീട് പത്മരാജന്റെ എഴുത്തിലേക്ക് കഥാപാത്രങ്ങളായി വന്നു. പത്മരാജനും കൂട്ടുകാരും പണ്ട് നടത്തിയ ഒരു യാത്രയിലുണ്ടായ അനുഭവമാണ് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന കഥയായി വന്നത്. അത് വന്ന വഴി ഒരു അല്പം സിനിമാറ്റിക് ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. യൗവനം ഉച്ചവെയിൽ പോലെ കത്തി നിൽക്കുന്ന സമയം. അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിൽ ഒരു മാളുവമ്മ ഉണ്ട് എന്ന് ഉണ്ണിമേനോന് വിവരം കിട്ടുന്നു. നമുക്കൊന്ന് പോയാലോ? മേനോൻ തൃശൂർ ശൈലിയിൽ സുഹൃത്തുക്കളുടെ മുന്നിലേക്ക് ചോദ്യമെറിഞ്ഞു. പത്മരാജനും കൂട്ടുകാരനും സംശയത്തിൽ മേനോനെ ഒന്ന് നോക്കി. കേൾക്കുന്നത് പോലെ തന്നെയാണോ കാര്യങ്ങളുടെ കിടപ്പ് എന്ന് അറിയാൻ വേണ്ടി മാത്രം, വേറൊന്നിനും അല്ല. ഉണ്ണിമേനോന്റെ ചോദ്യത്തിന് പിന്നാലെ രണ്ടുപേർക്കും ഒരു കൗതുകമുണ്ടായി. അങ്ങനെ പത്മരാജനും ഉണ്ണിമേനോനും വേറെ ഒരു സുഹൃത്തും കൂടി യാത്ര ആരംഭിച്ചു. നേരം ഇരുട്ടി തുടങ്ങിയപ്പോഴാണ് അവർ ആ ഗ്രാമത്തിലെത്തിയത്. പക്ഷേ അതിനു മുന്നേ അവിടെ ഒരു സംഘർഷം നടക്കുന്നുണ്ട് എന്ന് അവരറിഞ്ഞു. പുതുതായി വന്ന ഒരു പെൺകുട്ടിയെ ചൊല്ലി രണ്ട് വിഭാഗങ്ങളിലെ പ്രമാണിമാർ തമ്മിൽ വഴക്കായി. ഒടുവിൽ അതൊരു പ്രാദേശിക കലാപത്തിലേക്ക് പോകുമെന്നുള്ള അവസ്ഥ. ഉടനെ ഇവിടെ നിന്നും മടങ്ങിയില്ലെങ്കിൽ തടികേടാവും അവർ തീരുമാനിച്ചു. പക്ഷെ ഒരു പ്രശ്നം, കയ്യിലെ പണം മുഴുവൻ തീർന്നിരിക്കുന്നു. എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഒടുവിൽ കള്ളവണ്ടി കയറി അവർ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു. പിടിക്കപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു മൂവരുടെയും ഉള്ളിൽ. ട്രെയിൻ വേഗത്തിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ എവിടെയോ വെച്ച് സിഗ്നൽ കിട്ടാതെ ട്രെയിൻ സ്ലോ ആയി. മൂവരും ജീവൻ പണയം വെച്ച് അടുത്തു കണ്ട മതിലിലേക്ക് ചാടി. മതിൽ വലിഞ്ഞു കയറി മേലെ എത്തിയപ്പോഴാണ് അവർക്ക് ശ്വാസം വീണത്. തൃശ്ശൂർ എത്തി. ഉണ്ണിമേനോന്റെ തട്ടകമാണ്. അയാൾക്ക് പരിചയമുള്ള ഹോട്ടലുകളിൽ ഒന്നിൽ കയറി മൂക്കുമുട്ടെ മൂവരും ഭക്ഷണം കഴിച്ചു. ഭയത്തിന് മുന്നിൽ മനുഷ്യന്റെ മറ്റാഗ്രഹങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലെന്ന് പത്മരാജൻ എന്ന എഴുത്തുകാരൻ അന്ന് തിരിച്ചറിഞ്ഞു. തനിക്കുണ്ടായ ആ ഭയത്തെയും നിസ്സഹായതയെയും സ്വന്തം ഭാവനയുമായി ചേർത്താണ് അദ്ദേഹം പിന്നീട് ആ കഥ എഴുതിയത്. ഒരു ഗ്രാമം മുഴുവൻ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്നു എന്ന് എഴുതിയത് അന്നത്തെ സമൂഹത്തിന്റെ സദാചാരബോധത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ ആ വിമർശനങ്ങൾക്ക് മുന്നിൽ പത്മരാജൻ പുറകോട്ട് പോയില്ല. മറിച്ച് തനിക്ക് നേരെ വന്ന ആ എതിർപ്പുകൾ തന്നെയാണ് പിന്നീട് ഈ കഥയെ 1986 ഒരു സിനിമയാക്കി മാറ്റാൻ അദ്ദേഹത്തിന് പ്രചോദനമായി മാറിയത്. അതുപോലെ തന്നെ മോഹൻലാൽ, നെടുമുടി വേണു തുടങ്ങിയവരുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം വെറും സംവിധായകൻ, നടൻ എന്നതിനപ്പുറമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലെ സങ്കീർണമായ പല കഥാപാത്രങ്ങൾക്കും പൂർണ്ണത നൽകിയത് ഈ സുഹൃത്തുക്കളിലൂടെയാണ്. IV ശശി, KG ജോർജ്, മോഹൻ, K.S. സേതുമാധവൻ തുടങ്ങിയ മലയാള സിനിമയ്ക്ക് വേറൊരു ദിശാബോധം നൽകിയ മഹാരഥന്മാരുടെ കൂടെയെല്ലാം പത്മരാജൻ സിനിമകൾ ചെയ്തു. 1979 സ്വന്തം നോവലായ പെരുവഴിയമ്പലം ചലച്ചിത്രമാക്കിക്കൊണ്ട് പത്മരാജൻ സംവിധായക കുപ്പായം അണിഞ്ഞു. ആ വർഷത്തെ മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം പെരുവഴിയമ്പലത്തിനായിരുന്നു. പിന്നീട് 81 ഒരിടത്തൊരു ഫയൽവാൻ, കള്ളൻ പവിത്രൻ തുടങ്ങിയ ചിത്രങ്ങൾ. തുടർന്നു വന്ന കൂടെവിടെ, തിങ്കളാഴ്ച നല്ല ദിവസം, ദേശാടന കിളി കരയാറില്ല,
തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സങ്കീർണമായ മനുഷ്യബന്ധങ്ങളുടെ കാണാപ്പുറങ്ങൾ അദ്ദേഹം മലയാളിക്ക് മുന്നിൽ തുറന്നിട്ടു. അന്നത്തെ യാഥാസ്ഥിതിക സമൂഹത്തിൽ ചിന്തിക്കാൻ പോലും ആകാത്ത സ്വവർഗാനുരാഗം എന്ന പ്രമേയം വളരെ സൂക്ഷ്മമായി അവതരിപ്പിച്ച മലയാള ചിത്രമാണ് ദേശാടനക്കിളി കരയാറില്ല. കാർത്തികയും ശാരിയും അവതരിപ്പിച്ച രണ്ട് വിദ്യാർത്ഥിനികൾ ഒളിച്ചോടുന്നതും അവർക്കിടയിലെ തീവ്രമായ ആത്മബന്ധവും അതിന്റെ ദാരുണമായ അന്ത്യവും വരച്ചു കാട്ടുന്ന ഈ ചിത്രം മലയാള സിനിമയിലെ എക്കാലത്തെയും ധീരമായൊരു പൊളിച്ചെഴുത്തായിരുന്നു. ഞാൻ 3 ദിവസം ജയിലിലായിരുന്നു തങ്കം. കല്യാണത്തിന് മുമ്പ് പത്മരാജന്റെ കത്ത് വായിച്ച രാധാലക്ഷ്മി ഞെട്ടി. ആശങ്കയോടെ രാധ തുടർന്നും വായിച്ചു. അപ്പോഴാണ് സംഗതിയുടെ കിടപ്പ് അവർക്ക് മനസ്സിലാവുന്നത്. ഏതോ ഡോക്യുഫിക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റിനായി പത്മരാജനെ ഒരു സംഘം വിടാതെ പിന്തുടർന്നു. ഒടുവിൽ നിവൃത്തിയില്ലാതെ ചെയ്യാമെന്നേറ്റു. അടുത്ത 3 ദിവസം ഒരു ഹോട്ടലിൽ മുറി അടച്ചിരുന്ന് നിർത്താതെ എഴുതിയാണ് ആ സ്ക്രിപ്റ്റ് പത്മരാജൻ തീർത്തത്. പക്ഷെ ആ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ എഴുത്തുകാരന് പുതിയൊരു ഉണർവ് കിട്ടിയിരുന്നു. എഴുതാൻ വേണ്ടി മാത്രം തനിച്ചിരിക്കുക എന്ന ആശയം പത്മരാജന്റെ തലയിൽ കയറുന്നത് അപ്പോൾ മുതലാണ്. എഴുതാൻ വേണ്ടി മുറിയെടുത്തിരിക്കുകയാണ് എന്നൊരു ബോധം ഉള്ളിൽ കിടക്കുമ്പോൾ തുടർച്ചയായി എഴുതാൻ കഴിയും. മറ്റൊന്നും ചെയ്യാൻ തോന്നുകയില്ല. ഈ സ്വഭാവം അവസാനം വരേക്കും തുടർന്നു എന്ന് രാധാലക്ഷ്മി പറയുന്നു. എഴുതി തുടങ്ങാൻ വല്ലാത്ത മടിയാണ് മൂപ്പർക്ക്. നിർബന്ധപൂർവ്വം ഒരു മുറിക്കകത്താക്കുക, എങ്കിൽ മാത്രമേ എഴുതി തുടങ്ങൂ. അവസാന കാലത്തൊക്കെ എഴുതാനെന്നും പറഞ്ഞ് ജഗതിയിലുള്ള ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ഇനി എഴുതി തീർത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് ഞാൻ പറയും. പക്ഷെ പോയതുപോലെ തിരിച്ചു വരും. പിറ്റേന്ന് രാവിലെ 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽപ്പിച്ച് വീണ്ടും ഞാൻ ഫ്ലാറ്റിലേക്ക് പറഞ്ഞുവിടും. എഴുത്ത് ഒരു ഒഴുക്കിലെത്തുന്നത് വരെയും ഇത് തന്നെയായിരിക്കും പരിപാടി. എഴുതാൻ തുടങ്ങുന്ന സമയവും അവസാനിക്കുന്ന സമയവും അതേ സ്ക്രിപ്റ്റിൽ തന്നെ എഴുതുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പത്മരാജന്റെ എഴുത്തു ദിനങ്ങൾ ഭാര്യ രാധ ഓർക്കുന്നത് ഇങ്ങനെയാണ്. ശോഭ സൂയിസൈഡ് ചെയ്തു. തിരക്കഥ എഴുതിയ സിനിമ തിയേറ്ററിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിലെ നായികയുടെ ആത്മഹത്യാ വാർത്ത പത്മരാജനെ തേടിയെത്തുന്നത്. ശാലിനി എന്റെ കൂട്ടുകാരിയായിരുന്നു ആ സിനിമ. മോഹനായിരുന്നു സംവിധായകൻ. 17 വയസ്സുകാരിയായ ശോഭ എന്ന പെൺകുട്ടിയായിരുന്നു അതിലെ നായിക. ഭാര്യ രാധാലക്ഷ്മിക്ക് നേരിട്ടറിയാമായിരുന്ന ഒരു സഹോദരന്റെയും സഹോദരിയുടെയും ജീവിതാനുഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം പാർവതിക്കുട്ടി എന്ന ആ കഥ എഴുതുന്നത്. ആ കഥയുടെ സിനിമാവിഷ്കാരമായിരുന്നു ശാലിനി എന്റെ കൂട്ടുകാരി. അധ്യാപകനും വിദ്യാർത്ഥിനിയും തമ്മിലുള്ള പ്രണയം പോലൊരു ധീരമായ പ്രമേയം സംസാരിച്ച ആ ചിത്രത്തിൽ വേണു നാഗവള്ളിയുടെ വിഷാദഭാവം നിറഞ്ഞ അഭിനയം പ്രേക്ഷകരിൽ വലിയ വൈകാരിക ആഘാതം സൃഷ്ടിച്ചു. സിനിമയിൽ ദുരന്തപൂർണമായ അന്ത്യം നേരിടുന്ന ശാലിനിയെ അവതരിപ്പിച്ചത് ശോഭയായിരുന്നു. ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയമായി പ്രദർശനം തുടരുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ ശോഭ ആത്മഹത്യ ചെയ്തത് അന്ന് കേരളത്തെ ഒന്നടങ്കം നടുക്കി. പത്മരാജൻ കഥകൾ കണ്ടെത്തിയിരുന്നത് തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്ന് തന്നെയാണ്. ലൊക്കേഷനുകളിലെ അപരിചിതരായ മനുഷ്യരെ പോലും അദ്ദേഹം എത്രത്തോളം സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് മഞ്ഞുകാലം നോറ്റക്കുതിര എന്ന നോവൽ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ചിത്രീകരിക്കുന്നതിനായി കണ്ടുപിടിച്ച വലിയ വീടും ഏക്കർ കണക്കിന് സ്ഥലവും ഡോക്ടർ ബേഡി എന്ന ആളുടേതായിരുന്നു. കൊണ്ടുപിടിച്ച സ്വത്തുക്കളുള്ള അയാൾ പക്ഷേ ഒരു ഏകാഗിയായിരുന്നു എന്ന് പത്മരാജൻ കണ്ടുപിടിക്കുന്നു. അയാളിൽ നിന്നാണ് മഞ്ഞുകാലം നോറ്റക്കുതിര എന്ന നോവൽ ജനിക്കുന്നത്. തൂവാനത്തുമ്പികൾ എഴുതുന്നത് ആത്മസുഹൃത്തായ ഉണ്ണിമേനോന്റെ ജീവിതം ചികഞ്ഞെടുത്തുകൊണ്ടായിരുന്നു. അയാൾ എഴുതിയത് ഒട്ടുമുക്കാലും എന്റെ ജീവിതം തന്നെയാണ്. പക്ഷേ ക്ലാര പത്മരാജന്റെ മാത്രം സൃഷ്ടിയാണ്. അങ്ങനെ ഒരാൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ണിമേനോൻ പറയുന്നു. ക്ലാര പത്മരാജൻ എങ്ങോ എവിടെയോ വെച്ച് കണ്ട ഒരു കഥാപാത്രമായിരിക്കാം. ആരെയും ഒരിക്കൽ കണ്ടാൽ അദ്ദേഹം മറക്കാറില്ല എന്ന് രാധാലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. മലയാളി യുവാക്കളുടെ മനസ്സിലേക്ക് പ്രണയത്തിന്റെയും മഴയുടെയും പര്യായമായി ക്ലാരയെ പത്മരാജൻ പ്രതിഷ്ഠിച്ചു. പണ്ട് ആകാശവാണി കാലത്ത് തന്നോട് വാതോരാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാൻ പത്മരാജൻ പ്രോത്സാഹനം കൊടുത്തത് കഥാപാത്രങ്ങളെ മോഷ്ടിക്കാനായിരുന്നു എന്ന് രാധാലക്ഷ്മി അറിയുന്നത് പാർവതിക്കുട്ടി, നക്ഷത്രങ്ങളെ കാവലും, നവംബറിന്റെ നഷ്ടവുമൊക്കെ ഇറങ്ങിയപ്പോൾ മാത്രമാണ്. പത്മരാജനെ ഒരു കഥ എഴുത്തുകാരനാക്കുന്നത് അമ്മ ഞവരക്കൽ സാധാരണ കഥകളെ മിത്തുകൾ ചേർത്ത് പൊലിപ്പിച്ച് കുട്ടികളോട് പറഞ്ഞിരുന്ന അമ്മയെ കണ്ടാണ് പത്മരാജൻ വളർന്നത്. നമ്മുടെ തറവാട്ടിലെ 3-4 തലമുറ മുന്നേയുള്ള കാരണവര് ഒരിക്കൽ കപ്പലിൽ പോകുമ്പോൾ അവർക്കൊരു ജലമനുഷ്യനെ കിട്ടി. കടലിന് തീപിടിച്ചേ എന്ന് മാത്രമായിരുന്നു അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അയാളെ പിടിച്ചുകൊണ്ടുവന്ന് നമ്മുടെ കാരണവർ തറവാട്ടുകുളത്തിലിട്ടു. പക്ഷെ വെള്ളം മാറിയതുകൊണ്ട് 2-ാം നാൾ കടൽ മനുഷ്യന് പനി വന്നു. ഒടുക്കം കാരണവർ അയാളെ കടലിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടിട്ടു. ദേവകിയമ്മ വിശ്വസനീയമായിട്ട് ഇത്തരം കഥകൾ കുട്ടികളോട് പറഞ്ഞിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പത്മരാജന്റെ സിരകളിലേക്ക് കഥ പറച്ചിലിന്റെ ലഹരി പടർത്തിയത് സ്വന്തം അമ്മയായിരുന്നു. അതിനാടകീയമായി കഥ പറഞ്ഞിരുന്ന ദേവകിയമ്മ പക്ഷെ സ്വന്തം മകന്റെ മരണവാർത്ത കേട്ടത് ഒട്ടും ഡ്രാമറ്റിക്കൽ ആവാതെയായിരുന്നു. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ പ്രമോഷനു വേണ്ടി കോഴിക്കോടായിരുന്നു പത്മരാജൻ.
1991 ജനുവരി 24 പുലർച്ചെ കോഴിക്കോട്ടെ പാരമൗണ്ട് ടവർ ഹോട്ടലിലെ മുറിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് പത്മരാജൻ അന്തരിച്ചു. മുതുകുളത്തെ വീട്ടിലായിരുന്നു ദേവകിയമ്മ അപ്പോൾ. പ്രായത്തിന്റെ തളർച്ചയോടെ ദേവകിയമ്മ കസേരയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് പത്മരാജന്റെ അമ്മാവന്റെ മകൻ മാധവൻ പിള്ള കടന്നു വരുന്നു. അയാളുടെ മുഖത്ത് കടുത്ത പരിഭ്രമവും സങ്കടവുമുണ്ട്. കൈകൾ വിറയ്ക്കുന്നുണ്ട്. നെറ്റിയിൽ വിയർപ്പു തുള്ളികൾ പടർന്നിരിക്കുന്നു. എന്താ മാധവ, എന്തുപറ്റി? ദേവകിയമ്മ ചോദിച്ചു. മാധവൻ പിള്ള മറുപടി പറയാൻ ആവത് ശ്രമിച്ചു. പക്ഷേ തൊണ്ടയിടർന്നു. ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി മരണവാർത്ത വിളിച്ചു പറയാനുള്ള ധൈര്യം അയാളുടെ ഉള്ളിലില്ല. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ മുറിയിലെ റേഡിയോ ഓൺ ചെയ്തു. അതിൽ പ്രാദേശിക വാർത്തകളുടെ സമയമായിരുന്നു അപ്പോൾ. പ്രശസ്ത ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ പി പത്മരാജൻ അന്തരിച്ചു. കോഴിക്കോട്ടെ ഹോട്ടൽ മുറിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. വാർത്താവതാരികയുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു. ദേവകിയമ്മ തികച്ചും ശാന്തയായി ആ റേഡിയോയിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഒരു നിലവിളിയോ കണ്ണീരോ ആ അമ്മയിൽ നിന്നും പുറത്തു വന്നില്ല. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ഒരു നെടുവീർപ്പോടെ ദേവകിയമ്മ പറഞ്ഞു, ആ അവനും പോയല്ലേ. അത്രമാത്രം. അതിവൈകാരികമായ ഒരു രംഗത്തിന് ബഹളങ്ങൾ ആവശ്യമില്ല എന്ന് മാധവൻ പിള്ള അന്ന് കണ്ടറിഞ്ഞു. ഭാര്യ രാധാലക്ഷ്മിയുടെ അടുത്ത് ആ വാർത്ത എത്തുന്നത് ടെലിഫോൺ വഴിയാണ്. മലയാള സിനിമയിലെ പല പ്രമുഖരുടെയും വ്യാജമരണ വാർത്തകൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. യേശുദാസ് മരിച്ചു, മമ്മൂട്ടി മരിച്ചു എന്നൊക്കെ പലതവണ വന്നതുമാണ്. അങ്ങനെയുള്ള ഒരു സമയത്താണ് അരോമ മൂവീസിന്റെ ഓഫീസിൽ നിന്നും രാധാലക്ഷ്മിക്ക് ഫോൺ വരുന്നത്. പത്മരാജൻ മരിച്ചു. ഫോണിലൂടെ രാധാലക്ഷ്മി വിളിച്ചയാളുടെ ശബ്ദം കേട്ട് മനസ്സിലൊന്ന് ചിരിച്ചു. ഇത്തവണ ആക്സിഡന്റ് ആവുമല്ലേ, പറ്റിക്കപ്പെടാൻ ഇപ്രാവശ്യം ഞാൻ ഒരുക്കമല്ല എന്ന് ഉറപ്പിച്ച് രാധാലക്ഷ്മി മറുപടി പറഞ്ഞു. ആക്സിഡന്റ് അല്ല, രാത്രി ഉറങ്ങാൻ കിടന്നതാ, രാവിലെ ഉണർന്നില്ല. അപ്പോഴും ആരത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഇപ്രാവശ്യം എവിടുന്നാ സംഭവം? രാധാലക്ഷ്മിയുടെ ചോദ്യത്തിന് കോഴിക്കോട് നിന്നായിരുന്നു എന്നയാൾ മറുപടി പറഞ്ഞു. അത് കേട്ടതും രാധാലക്ഷ്മിയുടെ തലയിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവരുടെ കണ്ണിൽ ഇരുട്ട് കയറി. ബോധം മറഞ്ഞ് അവർ നിലത്ത് വീണു. വർഷങ്ങളായി പത്മരാജന്റെ മനസ്സിൽ വേരുറച്ച ഒരു സ്വപ്നമായിരുന്നു ദേവലോകത്തു നിന്നും ശാപഗ്രസ്തനായി ഭൂമിയിലേക്ക് എത്തുന്ന ഒരു ഗന്ധർവന്റെ കഥ. എന്നാൽ ഞാൻ ഗന്ധർവൻ എന്ന ആ പ്രൊജക്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹവുമായി അടുപ്പമുള്ള പലരും ഒന്ന് പേടിച്ചു. ഗന്ധർവനെക്കുറിച്ചും ചാത്തന്മാരെക്കുറിച്ചുമൊക്കെ സിനിമയെടുക്കുന്നത് അപകടം വിളിച്ചു വരുത്തുമെന്നും പലരും വിശ്വസിച്ചിരുന്നു. പക്ഷെ പത്മരാജൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. മിത്തുകളെ ഭയന്നിട്ട് കഥ പറയാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ആ ഗന്ധർവനെ ഒന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരണം. പ്രണയത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വരുന്ന ഒരു ഗന്ധർവൻ. എൻ്റെ ഭാവനയിലെ ഗന്ധർവൻ എന്നെ എന്ത് ചെയ്യാനാണ്? എനിക്കിത് ചെയ്തേ തീരും. അങ്ങനെ നിരവധി പ്രതിസന്ധികൾ മറികടന്ന് ആ സിനിമ സംഭവിച്ചു. പക്ഷേ പത്മരാജൻ പ്രതീക്ഷിച്ചതുപോലെ സിനിമയുടെ ആദ്യ ദിവസങ്ങളിൽ പ്രതികരണം അത്ര പോസിറ്റീവ് ആയിരുന്നില്ല. സിനിമ കൂടുതൽ മാർക്കറ്റ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. സിനിമയുടെ നായകൻ നിതീഷ് ഭരദ്വാജിനും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കുമൊപ്പം തിയേറ്റർ വിസിറ്റ് നടത്താൻ വേണ്ടി കോഴിക്കോട് എത്തിയതായിരുന്നു പത്മരാജൻ. മരണത്തിന് തൊട്ടു മുമ്പുള്ള രാത്രിയിൽ സിനിമാ രംഗത്തെ തൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ കുറേ നേരം അദ്ദേഹം സംസാരിച്ചിരുന്നു. രാത്രി വൈകുവോളം വിശേഷങ്ങൾ പങ്കുവച്ച ശേഷം ഉറങ്ങാൻ കിടന്ന അദ്ദേഹത്തിന് പുലർച്ചയോടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ഗന്ധർവന്മാർക്ക് ഭൂമിയിൽ അധികകാലം നിൽക്കാൻ കഴിയില്ല. പത്മരാജൻ തൻ്റെ സിനിമയിൽ എഴുതിവെച്ചു. ചുറ്റുമുള്ള മനുഷ്യരുടെ വികാരങ്ങളെയും സങ്കടങ്ങളെയും ഇത്രമേൽ ആഴത്തിൽ വായിച്ചെടുത്ത പ്രണയത്തിന്റെ മനോഹരങ്ങളായ കാവ്യങ്ങൾ രചിച്ച പത്മരാജൻ തന്നെയായിരുന്നില്ലേ മലയാള സിനിമയിലേക്ക് ഇറങ്ങി വന്ന ഗന്ധർവൻ? തന്റെ നിയോഗം പൂർത്തിയാക്കി ഒരു പിടി പാലപ്പൂവിന്റെയും ചന്ദനത്തിന്റെയും ഗന്ധം മാത്രം ബാക്കി വെച്ച് ആ ഗന്ധർവൻ സ്വന്തം ലോകത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളുടെ ഗന്ധർവ ലോകത്തേക്ക്. പ്രിയപ്പെട്ടവനെ, നന്ദി. 1000 കഥാപാത്രങ്ങളുടെ പൂർണ്ണത നൽകി ക്ലാരയെ സൃഷ്ടിച്ചതിന്, അകറ്റി നിർത്തിയിരുന്നവരിലേക്ക് ഈ ഒരുവളെ അടുപ്പിച്ചതിന്, പ്രണയത്തിന്റെ തോരാമഴയായി ഈയുള്ളവളെ പെയ്യിച്ചതിന്. പ്രിയപ്പെട്ടവനെ, നന്ദി. സോളമന്റെ മുന്തിരിത്തോപ്പിലേക്ക് സോഫിയെ പറിച്ചു നട്ടതിന്, കളങ്കിതയെന്ന് ശപിക്കപ്പെട്ടവൾക്ക് വിശുദ്ധപട്ടം സമ്മാനിച്ചതിന്,